Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സങ്കീർത്തനം 16:2 പഠിക്കുമ്പോൾ ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകും, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. Psalm 16:2. O my soul, thou hast said unto the Lord, thou art my Lord, my goodness extendeth not to thee. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നീ എൻ്റെ കർത്താവാകും. The psalmist is saying, O Lord, you are my God. ദാവീദിന് ദൈവത്തെക്കാൾ അപ്പുറം വേറൊന്നിനോട് സ്നേഹമില്ലായിരുന്നു. David had his love for God as his primary aim. തൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ദൈവം എന്നുള്ള വലിയ ചിന്തയായിരുന്നു. The feelings of God as God, my own Lord. അതുകൊണ്ടാണ് ഒരു ആട്ടിടയച്ചിറക്കനായിരുന്ന ദാവീദിനെ ദൈവം ഒരു രാജാവാക്കി മാറ്റിയത്. That is why God raised a shepherd boy to be a king. നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിന് പ്രിഫറൻസ് കൊടുക്കുമ്പോൾ മറ്റു പലരും നിങ്ങളെ നോക്കി കുറ്റം പറഞ്ഞെന്ന് വരാം. When you give God preference in everything, it is possible that others may criticize you. നിങ്ങൾ ആ ദൈവത്തോട് പറ്റി നിൽക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള വലിയ അനുഗ്രഹങ്ങൾ, വലിയ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുകയാണ്. When you stay close to that Lord, you are going to receive great blessings from that Lord. നീ എൻ്റെ കർത്താവാകുന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. അവിടെ പറയുന്നു, അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. When you say that God, you are my Lord, great works are being done in your life by the Lord. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ കർത്താവായി അംഗീകരിക്കുമ്പോൾ, സ്വീകരിക്കുമ്പോൾ ഒരളവുനൂൽ നിങ്ങൾക്ക് വേണ്ടി വീഴുകയാണ്. When you receive the Lord as your God, as your master, then the lines fall for you in the pleasant places. ഈ അളവുനൂൽ വീണാൽ അതിൻ്റെ അർത്ഥം നല്ല ഒരു അവകാശം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാ. The meaning of this verse is that God has given you a wonderful, goodly heritage. That is what it means when it says എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അളവുനൂൽ വീണിരിക്കുന്നു. ആ അളവുനൂൽ നിങ്ങൾക്ക് നല്ല ഒരു അവകാശം തരാൻ പോവുകയാണ്. The people who are listening to me today, let me tell you, the lines have fallen for you in a wonderful place, and it is going to be a very goodly heritage. ഈ മെലക് യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചനം നിങ്ങൾക്കുള്ള അവകാശങ്ങൾ വെളിപ്പെടുത്താൻ പോവുകയാണ്. When you watch this Melek YouTube channel, God is going to reveal the blessings He has kept for you. ഈ വചനം നീ മിസ് ചെയ്യരുത്. You should not miss this message. ഈ വചനം വിട്ടുകളയരുത്. You should not lose this message. ഇത് ജീവിതത്തിന്റെ സകല സാഹചര്യങ്ങളെ മാറ്റാൻ പോകും. This message is going to change your life. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. The Lord is a good God. His mercies are forever. ദൈവം എപ്പോഴും നല്ലവനാണ്. Our Lord is everlasting അവൻ mercy. എപ്പോഴും മതിയായ ദൈവമാണ്. He is always our sufficiency. അവന്റെ കരം നിങ്ങളെ പിടിച്ചു നടന്നു. His hands have enveloped you. ഓ, നിങ്ങൾക്ക് നല്ലൊരു അവകാശം വരാൻ പോകും. God has kept a goodly heritage. നിങ്ങളുടെ അവകാശങ്ങൾ പലരും നഷ്ടപ്പെടുത്തി. People may have disused your heritage. പലരും തട്ടിക്കൊണ്ടുപോയി. People may have tried to എന്നാൽ snatch it. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അവകാശം വെച്ചിരിക്കും. However, God has kept a heritage. അതാർക്കും എടുത്തു കളയുവാൻ പറ്റുകയില്ല. Nobody can take it from you. ഇന്ന് ഒരളവ് നൂൽ നിങ്ങൾക്ക് വേണ്ടി വീണിരിക്കുന്നു. Today the lines have fallen for you in pleasant places. Take it. അത് നിങ്ങൾ ഇന്ന് എടുക്കണം. അത് എടുക്കണം നിങ്ങൾ. You should take it അത് today. നിങ്ങളുടെ അവകാശമാണ്. This is your നിങ്ങൾ inheritance. കൈ നീട്ടുക. Stretch your hand. നിങ്ങൾ അത്ഭുതങ്ങൾ കാണും. You will see miracles. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Let me pray for you. ഞങ്ങളുടെ കർത്താവേ, ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു.
Our dear Lord, we pray for these ഈ people. ജനത്തെ അങ്ങ് അനുഗ്രഹിക്കണം. Please bless these people. അങ്ങയുടെ കരം നീട്ടണമേ. Stretch your hand upon them. അങ്ങൊരു അത്ഭുതം ചെയ്യണം. Do a great work in their അങ്ങയുടെ life. സന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു. We come into your presence, Lord. ഒരു മിറാക്കുലസ് വഴിയിൽ നടത്തണമേ. We expect a miraculous way from you, Lord. അങ്ങയുടെ മിറക്കലിന് നന്ദി പറയുന്നു. Thank you for your miracle. യേശുവിൻ നാമത്തിൽ. In Jesus' name. ആമേൻ. God bless you. Love you. ഡിസംബർ മാസം 25, 26, 27 ഈ തീയതികളിൽ എക്സോസിയ കോൺഫറൻസ് മെലേക്ക് പ്രയർ മൗണ്ടനിൽ വെച്ച് നടക്കും. On December 25, 26, 27, the Melek Exousia Prophetic Conference is happening at Melek Prayer Tower in Punalur. നിങ്ങൾ ആരും ആ മീറ്റിംഗ് മിസ് ചെയ്യരുത്. None of you should miss that meeting. നിങ്ങൾ എല്ലാവരും കടന്നു വരാൻ ഓർപ്പിക്കുന്നു. I remind you all to come and attend. God bless you. Love you. God bless you.